കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന തുടരുന്ന സാഹചര്യത്തിലും കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷാ നിർഭരമായ ബജറ്റാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചത്. സാർ, കേരള ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പാണ് കേന്ദ്ര ബജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ആ ബജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, കേരളത്തെ ഞങ്ങൾ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് കേന്ദ്രം വീണ്ടും പറയുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിൻ്റെ നേട്ടങ്ങളാണ് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകാതിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 2 കേന്ദ്രമന്ത്രിമാർ പറയുന്നത് കേരളത്തിൻ്റെ ദൗർഭാഗ്യകരമായിട്ടൊരു അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാർ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആ നേതാക്കന്മാരുടെ സ്വത്തിൻ്റെ ഒരു ഭാഗമല്ല കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ വിയർപ്പിൻ്റെ ഓഹരിയാണ് ചോദിക്കുന്നത് എന്നുള്ള ബോധ്യം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. സാർ, ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ സമീപനം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. BJP ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് യഥേഷ്ടം പണം അനുവദിക്കുക. UP പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആകെ നികുതി വരുമാനത്തിൻ്റെ 18%, BJP ഏറ്റവും ശക്തമായി എതിർക്കുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായ കേരളത്തിന് കേവലം 1.92% വീതം വെച്ച് നൽകുന്ന ഏറ്റവും വിരുദ്ധമായ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സംഘി ചാനലുകളിൽ ഈ പറയുന്ന RSSകാരും BJPക്കാരും ഉറഞ്ഞുതുള്ളി പറയുന്നത് ഈ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാനുപാതം നോക്കണമെന്നുള്ളതാണ്. സാർ, ജനസംഖ്യാനുപാതത്തിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഛത്തീസ്ഗഡിൽ കേരളത്തെക്കാളും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ്. കേരളത്തിന് നൽകുന്ന നികുതി വിഹിതത്തിൻ്റെ ഇരട്ടി തുക അവിടെ നൽകുകയാണ്. കേരളത്തിനൊപ്പം ജനസംഖ്യ ഉള്ള ആസാം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നമ്മുടേതിനേക്കാൾ ഇരട്ടി തുക ആ സംസ്ഥാനത്തിന് നൽകുകയാണ്. ഇങ്ങനെ കേരളത്തെ ഈ BJPക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ശത്രുതാപരമായ മനോഭാവത്തോടുകൂടി കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ കാര്യമാണ്. സാർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം, ആ ദുരന്തങ്ങളിലൊന്നായ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തം നടന്ന് ദിവസങ്ങൾക്കകം അവിടെ എത്തിയ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ താടിയെക്കുറിച്ചുമൊക്കെ വാർത്ത എഴുതിയ മാധ്യമങ്ങൾ, ലേഖനങ്ങൾ സൃഷ്ടിച്ചവർ ഈ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ആ ദുരന്ത ഭൂമിക്ക് വേണ്ടി ഒരു നയാ പൈസ നീക്കിവെച്ചില്ല എന്നുള്ള കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് ഗൗരവത്തോടുകൂടി നമ്മുടെ സഭ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, മറ്റ് സംസ്ഥാനങ്ങളോട് ഇവർ സ്വീകരിക്കുന്ന സമീപനം ഇങ്ങനെയല്ല. നമ്മളെക്കാൾ കുറഞ്ഞ ആഘാതമുണ്ടായ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നഷ്ടപരിഹാരം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും 3448 കോടി രൂപയാണ് ബജറ്റിന്റെ ഭാഗമായി നീക്കിവെച്ചത്. ബീഹാറിന് 11,500 കോടി രൂപ ദുരന്തത്തിന്റെ ഭാഗമായി നീക്കിവെച്ചു. മഹാരാഷ്ട്രയ്ക്ക് 1,492 കോടി രൂപ നീക്കിവെച്ചു. അസമിന് 716 കോടി രൂപ നീക്കിവെച്ചു. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഏത് വിധേനയും രക്ഷപ്പെടരുത് എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ബജറ്റിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് വരുമാനം പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് സാർ കേരളത്തിന്റെ ബജറ്റിന്റെ പ്രതീക്ഷ എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളം പ്രതീക്ഷയോടുകൂടി കാത്തുനിന്ന എയിംസ് നമുക്ക് ലഭ്യമാവുന്നില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിക്കുന്നില്ല. മറ്റു പദ്ധതികളില്ല. കേരളത്തിലെ ജനത ഇന്ത്യയിലെ ജനതയല്ലേ എന്ന് സംശയിപ്പിക്കുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ ബജറ്റിനെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കണം. സാർ, ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ 2001 നമുക്ക് മറന്നു പോകാൻ വേണ്ടി കഴിയില്ല. 2001 ജനുവരി മാസം 26 ഗുജറാത്ത് സ്റ്റേറ്റിലെ കച്ച് ജില്ലയിൽ ഒരു വലിയ ദുരന്തമുണ്ടായത്. ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് ആണ് അന്നത്തെ ഈ ഗുജറാത്ത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. ആ നരേന്ദ്രമോദി ഗുജറാത്ത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ആ വലിയ ദുരന്തമുണ്ടായത്. ആ ദുരന്തത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടമായി, ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ഈ ലോകരാജ്യങ്ങളാകെ ഗുജറാത്ത് സ്റ്റേറ്റിനെ സഹായിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു.
പാകിസ്ഥാൻ ഉൾപ്പെടെ 65 രാജ്യങ്ങളുടെ സഹായം ഗുജറാത്ത് സ്റ്റേറ്റിന് ലഭ്യമായി. വിവിധ സംസ്ഥാനങ്ങളുടെ സഹായം ലഭ്യമായി. കേരളത്തിൽ നിന്ന് 10 കോടി രൂപ നൽകി. ഇങ്ങനെ വിവിധ സഹായങ്ങളുടെ ഭാഗമായി ഗുജറാത്ത് സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ മറികടക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറഞ്ഞ മനുഷ്യൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് 2018 നമ്മൾ കണ്ട നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയം ഉണ്ടാവുന്നത്. 500-ലധികം വരുന്ന മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 4 ലക്ഷം കെട്ടിടങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. സ്കൂളുകളും ആശുപത്രി കെട്ടിടങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും എല്ലാം തകർന്നുപോയി. വിവിധ രാജ്യങ്ങൾ സഹായഹസ്തവുമായി നീട്ടി. ആ സഹായഹസ്തങ്ങളെ വെട്ടിമാറ്റിയ ആളുടെ പേരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഈ സഭയിൽ പറയേണ്ടി വരികയാണ് സാർ. 2019 വീണ്ടും ദുരന്തമുണ്ടായി. ആ 2019 വീണ്ടും ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ മറികടക്കുന്നതിനാവശ്യമായ ഒരു സഹായവും ഈ കേരളത്തിന് വേണ്ടി നൽകിയില്ല. അതുമാത്രമല്ല, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായത്തിന്, അരിക്ക്, ഹെലികോപ്റ്ററിന് ഇതിനെല്ലാം വാടക ചോദിച്ചവരായി കേന്ദ്ര ഗവൺമെന്റ് മാറി. ഇങ്ങനെ ശത്രുതാപരമായ മനോഭാവം എന്തുകൊണ്ടാണ് സാർ ഇവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. ലോകമാകെ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന രാജ്യത്തെ നമ്മൾ കണ്ടു. ലോകരാജ്യങ്ങൾ പിന്നോട്ട് പോകുന്നത് കണ്ടു. എന്നാൽ ലോകത്തിന് മുന്നിൽ മാതൃകയായി കേരളം എന്ന് പറഞ്ഞ് കൊച്ചു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയും മുന്നോട്ട് പോയപ്പോൾ ലോകം തന്നെ പ്രശംസിക്കുന്ന കാഴ്ച കണ്ടു. ഇതിനെയെല്ലാം നാം മറികടന്നത് കേരളത്തിന്റെ ജനങ്ങളുടെ കൈകൾ കൂട്ടിയിണക്കിയിട്ടാണ്. ഈ ജനത്തിന്റെ സാഹോദര്യത്തിന്റെ ഭാഗമായിട്ടാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു സഹായം ലഭ്യമായിട്ടില്ലെങ്കിലും കേരളം എന്ന് പറഞ്ഞ കൊച്ചു സംസ്ഥാനം പിടിച്ചു നിൽക്കുമെന്നുള്ളത് നമുക്ക് കാണാം. എന്നാലും ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയുകയാണ്, കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെ തറവാടിന്റെ സ്വത്തല്ല ഞങ്ങളിവിടെ ചോദിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യന്റെ വിയർപ്പിന്റെ ഓഹരിയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരികയാണ് സാർ. ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ വലിയ രൂപത്തിൽ വരുമാന വർധനവുണ്ടാക്കിയാണ് നമ്മുടെ സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ വലിയ കാഴ്ചപ്പാടോടുകൂടിയ പദ്ധതികൾ വിഭാവനം ചെയ്യുകയാണ്. അങ്ങനെ വിഭാവനം ചെയ്ത പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയുടെ പേരാണ് സാർ കിഫ്ബി. ആ കിഫ്ബി പദ്ധതിക്ക് എതിരായിരുന്നു സാർ UDF, ഇപ്പോഴും എതിരാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ആ വിഷയം എടുത്തിട്ടത്. അടിയന്തര പ്രമേയ ചർച്ചയുടെ വാക്കൗട്ട് പ്രസംഗത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കിഫ്ബി എന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല, കിഫ്ബിയിലേക്ക് വരുന്ന പണം ഞങ്ങളുടെ നികുതി പണമാണ്. സാർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരാളും കിഫ്ബിയിലേക്ക് വരുന്ന പണം ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. ആ നികുതി വരുമാനത്തെ നിങ്ങളുടെ നികുതി വരുമാനമല്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്ന് ഓർക്കേണ്ടതുണ്ട്, 2016 കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ നാൾ മുതലല്ല കേരളത്തിന് നികുതി പിരിക്കാൻ തുടങ്ങിയത് എന്ന കാര്യം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഓർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നികുതി വരുമാനത്തെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക, വലിയ പദ്ധതികളെ ആവിഷ്കരിക്കാൻ കഴിയുക എന്ന തോന്നലിൽ നിന്നാണ് വലിയ 25 വർഷങ്ങൾക്ക് ശേഷം കേരളം കാണേണ്ടുന്ന വലിയ വികസന പ്രവർത്തനങ്ങളെ ഇന്നുള്ള മനുഷ്യന് കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന നിലയിലേക്ക് കിഫ്ബി പദ്ധതി അവതരിപ്പിച്ചത് എന്നുള്ളതാണ് കിഫ്ബി പദ്ധതിയുടെ വലിയ പ്രത്യേകത. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും, ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിന്, പദ്ധതി നടപ്പിലാക്കുന്നതിന്, അതിന് ദീർഘവീക്ഷണത്തോടുകൂടി ആ പദ്ധതിയെ കാണുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കണ്ടു എന്നുള്ളതാണ്, കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കിഫ്ബി പദ്ധതിയുടെ വിജയഗാഥ എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കേണ്ടി വരും സാർ. ഇവിടെ അടിയന്തര പ്രമേയ ചർച്ചയുടെ ഭാഗമായി ചില ആളുകൾ ഇവിടെ സൂചിപ്പിച്ചത് കിഫ്ബി പദ്ധതികൾ എവിടെ നടക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട UDFന്റെ 41 MLA-മാരും എൻ്റെ നിയോജക മണ്ഡലമായ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സാർ. വരുന്ന 15-ാം തീയതി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ മലയോര മേഖലയായിട്ടുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വരികയാണ് സാർ. ആളുകൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകി 12 മീറ്റർ വീതിയിൽ 27 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേയുടെ ഉദ്ഘാടനം 200 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മലയോര ഹൈവേയുടെ ഉദ്ഘാടനത്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നത്. അവിടെ വരുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് ആനക്കാമ്പുലേക്ക് പോകാം. വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത 2134 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ആ സ്വപ്ന പദ്ധതി
കാണാൻ നിങ്ങളെ ഏറെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ് സാർ. തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് വന്നാൽ അഗസ്ത്യമുടിയിൽ നിന്ന് കതിപ്പോയിലേക്ക് 80% പണി പൂർത്തീകരിച്ച ഒരു റോഡുണ്ട് സാർ. 90 കോടി രൂപയാണ് ചെലവ്. 17 കിലോമീറ്ററാണ് അതിന്റെ ദൈർഘ്യം. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ തിരുവമ്പാടിയിൽ നിന്ന് മറുപ്പുഴയ്ക്ക് 17 കോടി രൂപയിൽ 17 കിലോമീറ്റർ ദൂരത്തിൽ 108 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ഒരു മനോഹരമായ പാത കാണാം സാർ. അതെന്റെ മണ്ഡലത്തിലാണ്. 36 കോടി രൂപ മുടക്കി ഈ പറഞ്ഞ മണാശ്ശേരിയിൽ നിന്ന് ചുള്ളിക്കാപ്പറമ്പിലേക്ക് 95% പണി പൂർത്തീകരിച്ച ഒരു റോഡ് കാണാം. അത് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. സ്കൂളുകൾ, കെട്ടിടങ്ങൾ, ഈ പറയുന്നത് പോലെ ആശുപത്രി കെട്ടിടങ്ങൾ, സ്റ്റേഡിയങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തികൾ നടന്ന ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ മലയോര മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് ഒരു മറുപടി നൽകാൻ കിഫ്ബി പദ്ധതിയിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞു സാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജാഥ നടത്തി, മലയോര സംരക്ഷണ ജാഥ. ആ ജാഥയ്ക്ക് സ്വീകരണം നൽകിയിട്ടുള്ള സ്ഥലത്തിന്റെ പേര് കോടഞ്ചേരിയാണ്. ആ കോടഞ്ചേരി കിഫ്ബിയുടെ 3 പദ്ധതികൾ സംഗമിക്കുന്ന സ്ഥലമാണ് സാർ. 200 കോടിയുടെ മലയോര ഹൈവേ തുടങ്ങുന്ന അവിടെ നിന്നാണ്. കണക്റ്റിംഗ് റോഡ് 48 കോടി രൂപയുടെ കണക്റ്റിംഗ് റോഡ് നിർമ്മാണം ആരംഭിക്കുന്ന അവിടെയാണ്. ആ റോഡ് ക്രോസ് ചെയ്താണ് ഈ അഗസ്ത്യമുടി കൈതപ്പൊയിൽ കടന്നു പോകുന്നത്. 90 കോടി രൂപ ചെലവിൽ ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു പദ്ധതിയെ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നിലയിൽ മരിച്ച് മണ്ണിനടിയിൽ കിടക്കുന്ന കാലത്ത് കാണേണ്ടുന്ന സ്വപ്നങ്ങളല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഗവൺമെന്റിന്റെ പേരാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. UDF കണ്ണടച്ചാൽ UDFന് മാത്രമേ ഇരുട്ടാകൂ. കേരളത്തിലെ ജനതയ്ക്ക് കൺതുറന്നാൽ വെളിച്ചമാണ് കാണാൻ കഴിയുന്നത് എന്ന് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷാ നിർഭരമായി ഈ കേരളത്തെ പടുത്തുയർത്തുന്നതിന്, നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ബജറ്റിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസിക്കുന്നു.